ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനം. ഇന്ന് ജൂലൈ 6, ഒന്നാമത്തെ വായനാ ഭാഗം ശമൂവേൽ പ്രവചനം 1-ാമത്തെ പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം. ഇവിടെ നമ്മൾ വായിക്കുന്നത് യോനാഥാൻ്റെ മനസ്സ് ദാവീദിനോട്, യോനാഥാൻ എന്ന് പറയുന്നത് ശൗലിൻ്റെ മകൻ, ദാവീദിനോട് മനസ്സ് പറ്റിച്ചേർന്നു, വലിയ സ്നേഹമായി, സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ചു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് അവനുമായി സഖ്യത ചെയ്തു എന്നൊക്കെയാണ്. നമുക്ക് ഉത്തമമായ സുഹൃത്ത് ബന്ധത്തിന് നമുക്ക് എപ്പോഴും മാതൃകയായിട്ട് എടുത്തു പറയാവുന്ന രണ്ട് വ്യക്തികളാണ് ഈ യോനാഥാൻ്റെയും അതുപോലെ ദാവീദിൻ്റെയും ജീവിതം. അവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അവർക്ക് അതൊരു വലിയ ശ്രേഷ്ഠമായ ബന്ധമാണ്. നമുക്ക് മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന, നമുക്ക് എപ്പോഴും മനസ്സിൽ വലിയ വിലയോടെ കാണാൻ കഴിയുന്ന ഒരു വലിയ ബന്ധമാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവർ യേശുക്രിസ്തു തന്നെ നമുക്കൊരു സ്നേഹിതനായി മാറിയത് എങ്ങനെയാണ്? തൻ്റെ ജീവനെ കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇവരും ജീവനെ കൊടുക്കാൻ തയ്യാറാകുന്ന തരത്തിലുള്ള സ്വന്തം പ്രാണനെ പോലെ എന്ന് പറയുമ്പോൾ, സ്വന്തം പ്രാണനെ പോലെ എന്ന് പറയുന്നത് അത് തന്നെയാണ്, ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന സ്നേഹത്തോടു കൂടിയുള്ള സ്നേഹിതൻ. അപ്പോൾ ഇതൊരു മാതൃകാ ബന്ധമാണ് ഇവരുടെ ബന്ധം എന്നുള്ളത്. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, ശൗൽ അയക്കുന്നിടത്തൊക്കെ ദാവീദ് പോയി കാര്യാദികളെ നടത്തും. അതുകൊണ്ട് ശൗൽ എന്ത് ചെയ്തു? ശൗൽ ദാവീദിനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് ജനത്തിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ദാവീദ് പടയാളികൾക്ക് എല്ലാം മേധാവിയായി യുദ്ധങ്ങളൊക്കെ നടത്താൻ പോകുന്നത് ജനത്തിനും വളരെ പ്രിയമായി. അപ്പം അത് കഴിഞ്ഞിട്ട് ദാവീദ് ഫെലിസ്ത്യരെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ, ഏത് ഫെലിസ്ത്യനെ? ഗോലിയാത്തിനെ സംഹരിച്ച് മടങ്ങി വരുന്ന സമയത്ത് സ്ത്രീകൾ തപ്പും കിന്നരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ട് വാദ്യപ്രതിഘോഷമായിട്ട് പറയുന്ന ഒരു കാര്യം ശൗൽ കേൾക്കുകയാണ്. അത് ശൗലിന് ഭയങ്കര അനിഷ്ടമായി മാറുകയാണ്. അത് ദാവീദിനോടുള്ള കോപം മാത്രമല്ല, ദാവീദിനോടുള്ള അസൂയയും ഭയങ്കരമായി ഉണ്ടാകുകയാണ്. അന്ന് മുതലാണ് ദാവീദിനോട് ശൗലിന് അസൂയ തുടങ്ങുന്നത്. അവിടെ മുതലാണ് ശത്രുത തുടങ്ങുന്നത്. അവിടെ മുതലാണ് ഇവർ തമ്മിലുള്ള അകൽച്ച ആരംഭിക്കുന്നത്. അതെന്തായിരുന്നു അറിയാമോ വാക്യം? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു ഗോലിയാത്തിനെ കൊല്ലുക വഴി, ഗോലിയാത്തിനെയാണ് കൊന്നത്. പക്ഷേ ഗോലിയാത്തിനെ ഒരുത്തൻ കൊന്നപ്പോഴത്തേക്ക് ഇസ്രായേലിന് മുഴുവൻ ഫിലിസ്ത്യരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനും ആ ഒരു കൊലപാതകം അവരുടെ മനസ്സ് തകർക്കുകയും അവരെല്ലാം പിന്തിരിഞ്ഞോടുകയും അവരൊരു വലിയ സംഹാരത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്തത് ഈ ദാവീദിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു അവർ പ്രതിഗാനം പാടി. ഇതാണ് ശൗലിന് ഏറ്റവും ഇഷ്ടക്കേടായത്. പിറ്റേ ദിവസം ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളൊരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വരികയും, അപ്പം ദാവീദ് കിന്നരം എടുത്ത് വായിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഈ കോപം അടക്കാൻ വയ്യാതെ ശൗല് തൻ്റെ കുന്തം എടുത്ത് ചാടി ചോരോട് ചേർത്ത് കുത്തിക്കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ദാവീദ് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് ദാവീദ് ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തൻ്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. തൻ്റെ അടുക്കൽ നിന്ന് മാറ്റി അവിടെ കൂടെ നിർത്തണ്ട എന്ന് പറഞ്ഞു. ദാവീദിൻ്റെ എല്ലാ വഴികളും വിവേകത്തോടെ നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിവേകത്തോടു കൂടെ നടക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണെങ്കിൽ കൂടി ശൗലിനത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ശൗൽ ആശങ്കിതനായി തീർന്നാണ് വായിക്കുന്നത് നമ്മൾ. അങ്ങനെ വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്ക് നായകനെ പെരുമ്പോൾ ജനമൊക്കെ അവനെ വളരെ സ്നേഹിച്ചു. അത് വളരെ കൃത്യമായി പെർഫെക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും യുദ്ധം നടത്താൻ പോകുമ്പോൾ ജയിക്കുകയും ആ കാര്യാദികളെ ഏൽപ്പിക്കുന്ന പോലെ കൃത്യമായി അനുസരണയോടെ ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട്, അതിനൊരു യോഗ്യമായി ചെയ്തതുകൊണ്ട്, അതൊരു ആണത്വത്തോടെ ചെയ്തതുകൊണ്ടൊക്കെ ജനം ദാവീദിനെ നന്നായി സ്നേഹിച്ചു, ബഹുമാനിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ശൗല് ദാവീദിനോട് പറഞ്ഞു, എൻ്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗല് അത് വിചാരിച്ചിട്ടാണ് ശൗല് ഈ ഒരു പണി ചെയ്യുന്നത്.
ദാവീദ് ശൗലിനോട് മരുമനെ ആയിരിക്കാൻ ഞാൻ യോഗ്യനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ ഈ ശൗൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മകളെ വേറൊരുത്തിന് ഭാര്യയായിട്ട് കൊടുത്തു. എന്നിട്ട് അപ്പോൾ പക്ഷേ ശൗലിൻ്റെ വേറൊരു മകളുണ്ട്, മീക്കൾ ദാവീദിനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു. അത് ശൗലിന് അറിവ് കിട്ടി. അതും ശരിയാ, എന്നാൽ അത് കൊള്ളാം, നന്നായിരിക്കട്ടെ, അത് കെണിയായി മാറട്ടെ എന്ന് അയാൾ ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് നീ എനിക്ക് മരുമകനായി തീർന്ന ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, നീ മീകളെ മരുമകളായിട്ട് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ദാവീദ് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പോയി ദാവീദിനോട് സംസാരിക്കണം, ദാവീദിനോട് പിന്നെ ശൗൽ രാജാവിന് വളരെ പ്രിയമാകുന്നു. ഈ രാജാവിൻ്റെ ദാവീദ് ഇപ്രകാരം പറയുന്നത് കേട്ടു, രാജാവിൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യർ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് പറഞ്ഞു. ഇത് അവർ പോയി പറഞ്ഞു, രാജാവിന് ഇത്രേ ആഗ്രഹമുള്ളൂ, 100 ഫെലിസ്ത്യർ അഗ്രചർമ്മം മാത്രമാണ് ആഗ്രഹം, അത് സ്ത്രീധനമായിട്ട് കണക്കാക്കാമെന്നാണ് രാജാവ് പറയുന്നത്. ദാവീദിനെ സംബന്ധിച്ച് ദാവീദിന് വലിയ സന്തോഷമായെന്ന് മാത്രമല്ല, അതിനൊരു സിമ്പിളായിരുന്നു ഈ കാര്യം. അതൊരു വലിയ ടാർഗറ്റായിട്ടൊന്നും തോന്നില്ല, അതൊരു രസകരമായ കാര്യമായിട്ടാണ് ദാവീദിന് തോന്നുന്നത്. ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? 100 ചോദിച്ചെടുത്ത് 200 പേരുടെ പിന്നെ അഗ്രചർമ്മം കൊണ്ട് ശൗലിന് കൊടുത്തു. ഇതാണ് ദാവീദ് അത്ര ധീരനും അത്ര രസകരമായി കാര്യം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ആളുകളെ കൊന്നിട്ടേ എടുക്കാനൊക്കെ ഉള്ളൂ. അപ്പം ശൗൽ വിചാരിച്ച എന്താ, 100 പേരുടെ അഗ്രചർമ്മം. ദാവീദിനതൊരു നിസ്സാരമായ രസകരമായ കാര്യമായിരുന്നു. ദാവീദ് അത് കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ദാവീദ് ശൗൽ വിചാരിച്ചത് 100 പേരെ കൊന്നിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരിത് 100 പേരെ കൊല്ലുന്ന ചിലപ്പം പെട്ടെന്ന് നടക്കുമായിരിക്കും. പക്ഷേ അഗ്രചർമ്മം എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, പെട്ടെന്ന് തീരത്തുമില്ല. ആ സമയം കൊണ്ട് കൊന്ന് തിരിച്ചവർ പ്രതികാരം ചെയ്ത് അവരെ ദാവീദിനെ കൊന്നു കളഞ്ഞോളും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ 200 പേരെ കൊന്നു. എന്നാൽ ഇപ്രാവശ്യം വാക്ക് പറഞ്ഞ പോലെ തന്നെ പറ്റിച്ചില്ല. മീഖലിനെ ശൗൽ ദാവീദിന് ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനത്തെ വാക്യം നമ്മൾ കാണുന്നത്, എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിൻ്റെ സകല ഭൃത്യന്മാർക്കും ഹൃദയന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു, അവൻ്റെ പേര് വിശ്രുതമായി തീർന്നു. അപ്പോൾ ദാവീദിൻ്റെ പേര് വിശ്രുതമായി എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ദാവീദിനെ പോലെ തന്നെ വിശ്രുതമായ ഒരു വ്യക്തി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ശലോമൻ നമ്മൾ പറയുന്ന പോലെ ശലോമൻ വിശ്രുതൻ തന്നെ. പക്ഷേ ശലോമൻ്റെ വിസ്തൃതിയേക്കാളും ഉയർന്ന പേരുകാരനാണ് ദാവീദ്. പക്ഷെ ദാവീദിനെ പോലെ ദൈവത്തോട് ചേർന്ന് നടക്കാനോ ദൈവത്തെ അതുപോലെ കണ്ട് ജീവിക്കാനോ ഒന്നും ശലോമോന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ശലോമോന് ദൈവം കൊടുത്ത ദാനങ്ങളും ശലോമോൻ ദൈവം കൊടുത്ത മഹത്വമൊക്കെ വെച്ച് നോക്കിയാൽ ദാവീദിന് അതുപോലെ കൊടുത്തിട്ടില്ല. പക്ഷെ ദാവീദും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു നോക്കുമ്പം, അത് ഈ ദാവീദ് എന്നൊരു മനുഷ്യൻ ഈ ബൈബിളിൻ്റെ യേശുക്രിസ്തു പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. അപ്പോൾ അത് ദാവീദിൻ്റെ മനസ്സുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ വിശ്വാസവും ദാവീദിൻ്റെ ജീവിതവും ദാവീദിൻ്റെ വിശുദ്ധിയും ദാവീദിൻ്റെ അനുസരണയും ദാവീദിൻ്റെ കൃത്യതയും ലക്ഷ്യബോധവും ഒക്കെ ഒരുപാട് ക്വാളിറ്റീസ് ദാവീദിന് നമുക്ക് കാണാൻ കഴിയും. ദാവീദൊരു ബാലനായിരുന്ന ദാവീദ്, ആ ബാലനായിരുന്ന സമയം നമ്മൾ വചനം വായിക്കുമല്ലോ, ബാലൻ ആയിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഭാവി അല്ലെങ്കിൽ അവൻ്റെ മുതിർന്നിരിക്കുമ്പോൾ അവൻ എങ്ങനെയാവും എന്നുള്ളത് മനസ്സിലാവുമെന്ന് പറയുന്നത് ദാവീദിൻ്റെ കാര്യത്തിൽ വളരെ ദാവീദ് ചെറുപ്പത്തിലായിരുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെയും ദാവീദിൻ്റെ മനസ്സ് എങ്ങനെ ദൈവത്തോടു കൂടി ആയിരുന്നു എന്നുള്ളത് ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്നാണ് ദൈവം തന്നെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ പുരുഷൻ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് നമുക്കൊരു മാതൃക തന്നെ. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം. ഇത് യെരുശലേമിനെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ യെരുശലേമിനെക്കുറിച്ച് പറയും, ഞാൻ യെരുശലേമിനെക്കുറിച്ച് അഥവാ സിയോനെക്കുറിച്ച് അടങ്ങിയിരിക്കുകയില്ല, ഞാൻ മിണ്ടാതിരിക്കുകയില്ല എന്നാണ് ദൈവം പറയുന്നത്. കാരണം അത് ദൈവത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള. ഇന്ന് നമ്മൾ നോക്കിയാൽ യെരുശലേം എന്ന സ്ഥലം 3 മത
ഇത് ദേശങ്ങൾക്ക്, മതങ്ങൾക്ക് പ്രധാനമായ ഒരു സ്ഥലമാണ്. ഒന്ന് യഹൂദന്മാർക്ക്, രണ്ട് മുസ്ലിങ്ങൾക്ക്, മൂന്ന് ക്രിസ്ത്യാനികൾക്ക് ഒക്കെയും വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് യെരുശലേം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ലോകത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. അപ്പോൾ ആ യെരുശലേം ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ദൈവത്തിന് അതിനെ അത്ര നന്നായി കാണുന്ന ഒരു സ്ഥലമാണ്. ദൈവം അതിൻ്റെ ലോകത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ട് കാണുന്നൊരു സ്ഥലമാണ്. വരാൻ പോകുന്ന ഇസ്രായേലിൻ്റെ യഥാസ്ഥാനപ്പെടുത്തലിൽ മുമ്പുണ്ടായിരുന്ന യെരുശലേമിനെ പഴയ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മണവാട്ടി ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ വായിച്ച ആ വാക്ക് ഓർത്താണ്, 21 അധ്യായത്തിലാണെന്ന് തോന്നുന്നു, വെളിപാട് പുസ്തകം 21 ആരംഭത്തിൽ. അപ്പോൾ ആ അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു യഥാസ്ഥാനമുണ്ട് യെരുശലേമിന്. അതിനെ ദൈവം അത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. നമ്മളത് ബൈബിളിൽ തന്നെ അത് നമുക്ക് ഈ അധ്യായത്തിൽ നമുക്ക് അതിനെ ചെറിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാനും പറ്റും. അതെല്ലാം വായിക്കാം നമുക്ക്. അതിൻ്റെ നീതി, യെരുശലേമിൻ്റെ നീതി പ്രകാശം പോലെയും യെരുശലേമിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ഇപ്പോൾ അതങ്ങനെയല്ല, ഇത് എഴുതുന്ന സമയത്തും അങ്ങനെയല്ല. ജാതികൾ നിൻ്റെ നീതിയെയും സകല രാജാക്കന്മാരെയും നിൻ്റെ മഹത്വത്തെയും കാണും. പിന്നെ ഒരു യഥാസ്ഥാനപ്പെടലുണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സമയത്തൊക്കെ. അതങ്ങനെയാണെങ്കിലും അന്ന് പക്ഷേ ഇസ്രായേലിൻ്റെയോ യഹൂദയുടെയോ രാജഭരണത്തിന് കീഴിലല്ല അന്നായിരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആ യെരുശലേം തകർന്ന്, കല്ലിന്മേൽ കല്ലില്ലാതെ ചേർന്നിരിക്കാതെ തന്നെ തകർന്നു പോവുകയൊക്കെ ചെയ്ത് നമ്മൾ പ്രവചനമായിട്ടും അതിനുശേഷം സംഭവിച്ചതായിട്ടും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പിന്നെ വീണ്ടും ജാതികൾ നിൻ്റെ നീതിയെയും സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിൻ്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിൻ്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരുശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. എന്നിട്ട് കാര്യം പറയുകയാണ്, യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. യഹോവ ഓർമ്മിപ്പിക്കുന്നവരെന്തുവാ? യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ യഹോവയെ പല കാര്യങ്ങളെയും പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിക്കുന്ന, പ്രാർത്ഥനയിൽ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന, യാചിക്കുന്ന, അപേക്ഷിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരെ, ദൈവത്തിനെ ഓർമ്മിപ്പിക്കുന്നവരെ യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്, ഒരിക്കലും നിങ്ങൾ മിണ്ടാതിരിക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം ദൈവത്തിന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. അപ്പോൾ ദൈവത്തോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് അത്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യെരുശലേമിൻ്റെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും യെരുശലേമിൻ്റെ സ്വസ്ഥതയെ സംബന്ധിച്ചും യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടിയും ഉള്ള പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിത പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ ഇന്ന് കേരളത്തിൽ താമസിക്കുന്ന നമുക്കോ എന്തെങ്കിലും കാര്യമുള്ളതാണോ യെരുശലേമിൻ്റെ യഥാസ്ഥാനപ്പെടൽ, യെരുശലേമിന് വരുന്ന സമാധാനം? അത് ലോകത്തെ എല്ലാ സംഗതികളെയും ബാധിക്കുന്നതാണ് യെരുശലേമിൻ്റെ സമാധാനമില്ലായ്മ എന്നുള്ളത്. യെരുശലേമിന് സമാധാനം വരിക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സമാധാനം വന്നു എന്നാണ്. അപ്പോൾ അവിടെ അത് സാധിക്കുമ്പോൾ നമ്മളും ആ സമാധാനത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പലതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഏത്? യെരുശലേമിൻ്റെ യഥാസ്ഥാനപ്പെടലിന് വേണ്ടി, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ചേർക്കേണ്ട പ്രാർത്ഥന തന്നെയാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് ജനത്തിന് വഴി ഒരുക്കുവിൻ, നികത്തുവിൻ, പെരുവഴി നികത്തുവിൻ, കല്ലുപെറുക്കി കളവിൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവിൻ, ഇതാ നിൻ്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. അവർ വളരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവൾ എന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരം എന്നും പേരാകും.
ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം വായിക്കുന്നുണ്ട് അതിൻ്റെ 4-ാമത്തെ വക, ഇനി അസൂബ, അതായത് ത്യക്ത എന്ന് വിളിക്കുക. അപ്പോൾ ഇന്ന് ത്യക്ത അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ടവളായിരിക്കുകയാണ്. നിൻ്റെ ദേശത്തെ ഷമാമ, അതായത് ശൂന്യം എന്നും പറയുകയില്ല. എന്താണ്? ശൂന്യമായി കിടക്കുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെയും ശൂന്യമായി കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇന്ന് അവിടുത്തെ അവസ്ഥയൊക്കെ കുറേ മാറിയിട്ടുണ്ട്, പക്ഷേ ശൂന്യതയിലാണ്. കാരണം അവിടെ ദൈവജനത്തിൻ്റെ ആരാധനയോ അല്ലെങ്കിൽ യെരുശലേമിൻ്റെ ദേവാലയമോ അദ്ദേഹം ദൈവത്തിൻ്റെ ആരാധനയോ ഒന്നും നടക്കാത്തത് കൊണ്ട് അതിന്നും ശൂന്യമായി തന്നെയാണ് കിടക്കുന്നത് എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെഫ്സിബ, അതായത് ഇഷ്ട എന്നും നിൻ്റെ ദേശത്തിന് ബയൂല, വിവാഹസ്ഥ എന്നും പേരാകും. ഇതാണ് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അത് നമ്മൾ അവസാനം വായിക്കുന്നത് നിനക്കോ അന്വേഷിക്കപ്പെട്ടവൾ. അപ്പം നേരത്തെ അന്വേഷിക്കപ്പെടാത്തവൾ, അന്വേഷിക്കപ്പെടാതിരുന്നൊരു സമയം അവൾക്കുണ്ടായിരുന്നു. ആർക്ക്? യെരുശലേമിനുണ്ടായിരുന്നു. എന്നും ഉപേക്ഷിക്കപ്പെട്ട നഗരമായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ദൈവത്താൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട് അതിൻ്റെ മതിലുകളൊക്കെ ഇടിഞ്ഞ് തീ വെച്ച് ചുട്ട് എല്ലാം നശിച്ച് സർവ്വം നശിച്ച് കിടന്നൊരു നഗരം അല്ലെങ്കിൽ ആലയം സിയോൻ അല്ലെങ്കിൽ യെരുശലേം, അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു. എന്നാൽ ഉപേക്ഷിക്കപ്പെടാത്ത നഗരം എന്ന് നിനക്ക് പേരാകും. ഇന്നും ആയിട്ടില്ല ആ പേര്. അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരം എന്നും പേരാകുവാൻ തക്കവണ്ണം നമ്മൾ കാത്തിരിക്കേണ്ട യെരുശലേമിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം എന്നുകൂടി നമുക്കിന്ന് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. 3-ാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് യേശുക്രിസ്തു തുടർച്ചയായി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അവിടെ ഒരു ദൈവിക വ്യവസ്ഥ ക്രിസ്തു അവിടെ പറയുകയാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നമുക്ക് ചുറ്റുപാടും കാണുന്ന മനുഷ്യരായാലും നമ്മൾ ഓരോരുത്തരുമായാലും പല കാര്യങ്ങളെ സംബന്ധിച്ച് വിധിക്കുകയാണ്. സർക്കാരിനെ നമ്മൾ വിധിക്കാറുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളെ വിധിക്കാറുണ്ട്, നമ്മുടെ സഹോദരന്മാരെ വിധിക്കാറുണ്ട്, അയൽപക്കക്കാരെ വിധിക്കാറുണ്ട്, നാട്ടുകാരെ വിധിക്കാറുണ്ട്, അധികാരസ്ഥന്മാരെ വിധിക്കാറുണ്ട്. അതൊരു ശീലമാണ്. അതായത് നമ്മൾ വിധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ നീതിമാനാണ്, ഞാൻ നീതിമാനാണ്, അവൻ തെറ്റുകാരനാണ്, അത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അറിവില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ ഒരു മനസ്സിൻ്റെ താല്പര്യപ്രകാരം വിധിക്കും. അത് വിധിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അവിടെ ഏറ്റവും പ്രബലമായ വളരെ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയുന്ന ഒരു ഉപദേശമാണ് അവിടെ വായിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എന്തെന്നാണ്. അപ്പോൾ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് മാറ്റിയിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിൽ കരട് നോക്കാൻ. സ്വന്തം കണ്ണിൽ കോലിരിക്കുകയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കരടിനെ നമ്മൾ കാണുന്നത്. ഇത് പൊതു സ്വഭാവമാണ്. വേറെയും ചില ഉപദേശങ്ങളിലൂടെ പറയുന്നുണ്ട്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. അപ്പോൾ ഈ നായ്ക്കൾ എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന ജീവനുള്ള നായയെ സംബന്ധിച്ചല്ല. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ കാലുകൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. അപ്പോൾ ഇവിടെ നായ്ക്കളെന്ന് പറയുന്നതും പന്നികളെന്ന് പറയുന്നതും അത്തരം സ്വഭാവമുള്ള മനുഷ്യരെ സംബന്ധിച്ചാണ്. പിന്നെ നമ്മൾ കാണുന്നത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിലെ വാക്യങ്ങളാണ്, ഉപദേശങ്ങളാണ്. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്നവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. അപ്പോൾ ഇവിടെ വായിക്കുന്നത് യാചിക്കുന്നവന് കിട്ടും, മുട്ടുന്നവന് തുറക്കും, യാചിക്കുന്നവൻ ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്നൊക്കെയാണ്. അപ്പം അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ വായന ഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആരെങ്കിലും വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവിക സത്യങ്ങൾ അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ആളുകളാവാം. അവർ ഈ ദൈവിക സത്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായാൽ ഇപ്പോഴാദ്യമായിട്ട് ഈ വചന വായന ക്രമത്തിലേക്ക് താല്പര്യപൂർവ്വം വന്നവരായാലും അന്വേഷിപ്പിൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നൊരു വാഗ്ദത്വമാണ് നിറവേറപ്പെടുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായതുകൊണ്ടാണ്
ഇന്ന് വായിക്കുന്ന സമയത്തായാലും ഈ എന്നെ കേൾക്കുന്ന സമയത്തായാലും ഇത് ലഭിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്കായി ഇത് ഒരുക്കിയത്. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ്. അന്വേഷിപ്പിൽ നിങ്ങൾ കണ്ടെത്തും. എന്താണ് അന്വേഷിക്കുന്നത്? ധനം അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ വേറെ സാമ്പത്തികമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതോ ഒന്നും, മെറ്റീരിയലൈസ് ആയിട്ടോ കാര്യങ്ങളൊന്നുമല്ല. വചനത്തിലെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, സുവിശേഷത്തിൻ്റെ കാര്യങ്ങൾ, വാഗ്ദത്തങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചാൽ അത് ഈ പുസ്തകത്തിൽ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തും എന്നാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയുന്നത്, മകൻ അപ്പം ചോദിച്ചാൽ ഏതെങ്കിലും അപ്പൻ കല്ല് കൊടുക്കുമോ? പാമ്പിനെ കൊടുക്കുമോ മീൻ ചോദിച്ചാൽ? അപ്പം ദോഷികളായ മനുഷ്യർ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ ദൈവത്ത് എത്ര അധികമായിട്ട് നന്മകളെ അല്ലെങ്കിൽ തരും എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇടുക്കുവാതിലൂടെ കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇടുക്കുവാതിൽ കൂടെ കിടക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഒരിക്കലും അത് വിശാലമായതല്ല എന്ന തെറ്റിദ്ധാരണ ചിലപ്പോൾ ഉണ്ടാകും. ദൈവമായിട്ട് ബന്ധപ്പെട്ട് ദൈവമായിട്ട് ചേർന്ന് വരുമ്പോൾ എല്ലാം ഫ്രീ ആകും, എല്ലാം സുഗമമാകും, സമാധാനം ലഭിക്കും, ഒക്കെ ലഭിക്കും. പക്ഷേ അതിലേക്ക് എത്താൻ ചില ദുർഘടമായ ഘടകങ്ങളിലൂടെ വഴികളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് മാത്രമേ അതൊക്കെയുള്ളൂ. കാരണം ഒരു പരീക്ഷ ആവശ്യമാണ്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ നേരിടേണ്ട പരീക്ഷയാണ്. വിശ്വാസത്തിൽ അന്ത്യം വരെ നിൽക്കുമോ എന്നുള്ളത് നമ്മൾ നേരിടേണ്ടി വരുന്ന പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷ ദൈവ പൈതലിന് ഉണ്ട്, ദൈവവിശ്വാസികൾക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെ ഈ അറിവില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നിർത്തിപ്പോകുവാൻ, എനിക്കിത് താങ്ങാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് പോകുവാനിടയാകും. താങ്ങാൻ പറ്റും. പരീക്ഷ ഒരുക്കുന്നവൻ തന്നെ അതിനുള്ള പോംവഴിയും നമുക്കായി ഒരുക്കുമെന്ന് ഈ പുസ്തകത്തിലെ വചനം തന്നെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലൂടെ ആണെങ്കിൽ അവരവരവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കുക. ആ പ്രവർത്തികളുടെയും ചിന്തകളുടെയും ചെയ്തു പോയ കുറ്റങ്ങളുടെയും ഒക്കെ ശിക്ഷയായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് ഉള്ളതാണ് ഈ പറയുന്ന കഷ്ടങ്ങളും ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ. അതൊക്കെ നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുമോ എന്നുള്ളതിൻ്റെ പരീക്ഷകൾ തന്നെയാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഇന്ന് ലോകത്താകമാനം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വെച്ചാൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ലോകം വിശ്വസിക്കുന്ന ദൈവിക കാര്യങ്ങൾ ബൈബിളിലുള്ളതല്ല. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആദിമ നൂറ്റാണ്ടിന് ശേഷം കാലങ്ങൾ കുറച്ചുകൂടെ മുമ്പ്, ഇപ്പം നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ തന്നെ ഈ ദുരുപദേശങ്ങൾ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ വിശ്വാസികളുടെ ഇടയിൽ കടന്നു വന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടർന്ന് വലിയ അളവിലേക്ക് പോയി ബൈബിൾ വായിക്കാൻ സ്വന്തം ഭാഷയിൽ ബൈബിൾ ഇല്ലാതിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ കള്ളവിശ്വാസവും ഇല്ലാത്ത വിശ്വാസവും അസത്യങ്ങളും പറഞ്ഞു ചെന്നപ്പോൾ അവരന്നത് വിശ്വസിക്കുകയും തുടർന്ന് ആ വിശ്വാസം സ്വന്തം മക്കൾക്കും തലമുറകൾക്കും പകർന്നു കൊടുക്കുകയും ബൈബിൾ അവരുടെ ഭാഷയിൽ ചിലപ്പോൾ 100-150 വർഷങ്ങൾക്ക് മുമ്പ്, മലയാളത്തിൽ ബൈബിൾ ഇറങ്ങിയിട്ട് 180 വർഷം 200 വർഷങ്ങൾക്കകത്തേ ആകുന്നുള്ളൂ. അപ്പോൾ ആ കാലമാകുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ അവരുടെ സ്വന്തം ഭാഷയിൽ ബൈബിൾ കിട്ടിയപ്പോൾ പോലും താൻ അറിഞ്ഞതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ ബൈബിളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉള്ള മനസ്സ് അവർക്കുണ്ടായില്ല. കാരണം എൻ്റെ അപ്പനും എൻ്റെ അപ്പൂപ്പനും എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ഒക്കെ പറഞ്ഞു തന്ന വിശ്വാസമാണിത്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ പാരമ്പര്യത്തിൽ പിടിച്ച് കുലുങ്ങി നിന്നുപോയി. അതാണ്. എന്നാൽ ദൈവം മനുഷ്യരോട് പറയുന്നത്, ഞാൻ നിന്നോട് പറയുന്നത് നിന്നോട് പേഴ്സണലി പറയുന്നത്, അത് പറയുന്നുണ്ടല്ലോ, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഈ സത്യം നമ്മുടേതായ വഴിയിൽ അറിയുക എന്നുള്ളത്, ശരിയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് എന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നു. അതിൽ സ്വർഗസ്ഥനായ അതവിടെ പറയുന്നത്, അതിൻ്റെ 21 വായിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ, നമുക്ക് ലോകത്തെല്ലാം കാണാം, അത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല,
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ ചെല്ലിങ്ങനെ പറയും എന്ന് ക്രിസ്തു പറയുകയാണ്. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിലുള്ള വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പം ക്രിസ്തു അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കണ്ടോ, ഇതൊക്കെ ചെയ്ത് അത്ഭുതം ചെയ്തവർ, ഭൂതങ്ങളെ പുറത്താക്കിയവർ, അന്യനാമം മറ്റേ അന്യ ഭാഷ സംസാരിച്ചവർ ഒക്കെ അവരെ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം അതിലൊന്നും അല്ല കാര്യം, വേറെന്തോ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അധമർമ്മം പ്രവർത്തിക്കുന്നതിലും എന്നെ വിട്ട് പോകുവിൻ എന്ന് ഞാൻ തീർത്ത് പറയുമെന്നാണ്. ആകയാൽ ഈ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോടൊക്കുന്നു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്കതനുസരിച്ചുള്ള ഈ പാറമേൽ വീട് പണിയുന്ന തരത്തിലുള്ള പ്രവൃത്തി നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും, അത് അടിസ്ഥാനമെല്ലാം കുലുങ്ങിപ്പോവും. അപ്പോൾ അടിസ്ഥാനം വിശ്വാസം ശരിയാകണമെന്നുള്ളത് ഈ അധ്യായത്തിൽ വായിക്കുന്ന നമ്മൾ കാര്യമാണ്. അങ്ങനെ വീട് അടിസ്ഥാനമുള്ളതല്ലെങ്കിൽ വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലയ്ക്കും. അത് പാറമേൽ അടിസ്ഥാനമുള്ളതല്ലാത്തത് കൊണ്ട് വീണു പോകും. എന്നാൽ പാറമേൽ അടിസ്ഥാനമുള്ളതാണെങ്കിൽ അത് നിലനിൽക്കും. എൻ്റെ ഈ വചനങ്ങളൊക്കെയും കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുമെന്നാണ് വായിക്കുന്നത്. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചതെന്നാണ് ജനം മനസ്സിലാക്കുന്നത്. അത് നമ്മൾ അടുത്ത നാളെ വായിക്കാനുള്ള 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നും വായിക്കുന്നുണ്ട്. 5-ാം അധ്യായം നമ്മൾ തുടങ്ങുന്നത് അവൻ മലയിൽ കയറി എന്നാണ്. ഇത് മലയിൽ കയറി എന്ന് പറയുന്നത് ഒരുപാട് പുരുഷാരം വരുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് സംസാരിച്ചാൽ അവർക്ക് കേൾക്കാനൊക്കത്തില്ല. അവർക്ക് കേൾക്കാൻ പറ്റുന്ന, അവർക്കെല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുന്നതാണ് മലയുടെ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ എല്ലാവർക്കും യേശുക്രിസ്തുവിനെ കാണാൻ കഴിയും. ആരാണ് ഈ സംസാരിക്കുന്നതെന്ന് കാണാൻ കഴിയും. സംസാരിക്കുമ്പോൾ ആക്ഷൻ കാണാൻ പറ്റും, അത് ചുണ്ട് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കേട്ട് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് മലയുടെ മുകളിലേക്ക് ഒരുപാട് ദൂരത്തിലേക്കല്ല, മറിച്ച് ഒരു ഉയർന്ന സ്ഥലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇറങ്ങി എന്ന് നമ്മൾ അങ്ങനെയാണ് ഈ 3 അധ്യായങ്ങളും ഒരുമിച്ച് ഒരേ സമയത്തുണ്ടായതാണെന്നുള്ള ഒരു തെളിവ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കിട്ടുന്നത്. അങ്ങനെ തെളിവിൻ്റെ അടിസ്ഥാനം ഒന്നോടൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നത്. അപ്പോൾ ഒന്നോടൊന്ന് പരിശോധിച്ച് നോക്കണം ഓരോ അധ്യായത്തിലേക്ക്. ഇപ്പം 5-ാം അധ്യായം തുടക്കത്തിൽ പരിശോധിച്ചു, അവിടെ നിന്ന് മനസ്സിലാക്കാനൊക്കത്തില്ല. 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ് ഇത് മുഴുവനും ഒരുമിച്ച് ഒരു സമയത്തുണ്ടായതാണെന്ന് മനസ്സിലാകും. അങ്ങനെ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പല വചനഭാഗങ്ങൾ, ഉൽപ്പത്തിയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പുസ്തകവും സുവിശേഷവും സങ്കീർത്തനങ്ങളും ഒക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ സത്യം. അതാണ് ബൈബിൾ പഠന രീതിയും. അങ്ങനെയാണ് അത്. ബൈബിളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശലോമോൻ പറയുന്ന കാര്യം തന്നെയാണ്. യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒന്നോടൊന്ന് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കുകയും ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല. മനസ്സിലായോ? ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് അവ കൂട്ടിവരുത്തിയത്. ഈ പല സമയത്ത് പല ആളുകൾ, തമ്മിൽ പരിചയമില്ലാത്ത ആളുകൾ എഴുതി വെച്ച, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നൊരു പുസ്തകമായിരിക്കുന്നെങ്കിൽ അത് കൂട്ടിവരുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ കൂട്ടിവരുത്തിയ ആത്മാവിൽ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലാത്ത പല കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകളുടെ കാലദൈർഘ്യത്തിനിടയിൽ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരേ കാര്യങ്ങളാണ്. അതിനകത്ത് അർത്ഥവ്യത്യാസവും ഇല്ല. ചിലപ്പോൾ വായിക്കുമ്പോൾ ആശയവ്യത്യാസം നമുക്ക് തോന്നാം, അർത്ഥവ്യത്യാസം തോന്നാം. പക്ഷേ ദൈവം ഒരിടത്ത് ഉൽപ്പത്തിയിലൊരു കാര്യം പറഞ്ഞിട്ട് അത് മത്തായിലെത്തുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ പുസ്തകം വിശ്വാസയോഗ്യമല്ലാതാവും. അങ്ങനെ വരാതിരിക്കാൻ തക്കവണ്ണം ദൈവം തൻ്റെ പല സമയത്ത് പല ദേശത്തിരുന്ന് തമ്മിൽ പരിചയമില്ലാത്ത ആൾക്കാർ എഴുതിയതെല്ലാം ഒന്നാകുന്നു എന്നുള്ളതാണ് ബൈബിളിൻ്റെ വിശ്വാസത്തേക്ക് ഏറ്റവും അടിസ്ഥാനമായ കാര്യം. അങ്ങനെയാണ് നമ്മൾ ബൈബിൾ വിശ്വാസയോഗ്യമാകുന്നത്. നന്ദി.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വായിച്ച ഭാഗങ്ങൾ പരിശോധിക്കുക. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ വായന പ്ലാനറിൻ്റെ താഴെ ഒരു നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.